കൂട്ടുകാരെ, 10ാം ക്ലാസ്സിലെ ഗണിതശാസ്ത്രത്തിൻ്റെ 2ാം ചാപ്റ്റർ വൃത്തങ്ങളും കോണുകളും അതിലെ 55ാമത്തെ പേജിലെ 2ാമത്തെ ചോദ്യം വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. അതാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അതിലേക്ക് നേരിട്ട് പോവാം. ചോദ്യം നോക്കൂ. ഒരു ചക്രീയ ചതുർഭുജത്തിലെ ഏത് മൂലയിലെയും പുറംകോൺ എതിർമൂലയിലെ അകക്കോണിന് തുല്യമാണെന്ന് തെളിയിക്കുക. അപ്പോൾ ആദ്യം നമുക്ക് ഒരു ചക്രീയ ചതുർഭുജം വരച്ച് ഈ കാര്യങ്ങൾ അടയാളപ്പെടുത്താം. അപ്പോൾ ഇതാണ് വൃത്തത്തിലുള്ള ഒരു ചക്രീയ ചതുർഭുജം. ഇവിടെ ABCD എന്നത് ഒരു ചതുർഭുജമാണ്. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് AB എന്ന വശം അതിനെ നീട്ടിയിട്ട് E എന്ന ബിന്ദു മാർക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ബിന്ദു ബിയിൽ ഒരു പുറംകോൺ കിട്ടും, CBE. ഓക്കെ, AB എന്ന വശം E വരെ നീട്ടുക. അപ്പോൾ ബിന്ദു ബിയിൽ ഉണ്ടാകുന്ന പുറംകോണാണ് കോൺ CBE. ഇനി നമ്മുടെ ചക്രീയ ചതുർഭുജത്തിൻ്റെ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഒരു പ്രത്യേകത നമുക്കറിയാം. എതിർകോണുകളുടെ തുക 180 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ B എന്ന മൂലയിലെ ചക്രീയ ചതുർഭുജത്തിലുള്ള കോണാണ് ABC. അതും B മൂലയ്ക്ക് എതിരെയുള്ള മൂല ഏതാണ്? D ആണ്. അപ്പോൾ കോൺ D, അത് ADC. അത് രണ്ടും കൂട്ടിയാൽ 180 കിട്ടണം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ADC എന്ന കോണ് X ആണെന്ന് എടുക്കുന്നു. അപ്പോൾ സ്വാഭാവികമായും കോൺ ABC 180 മൈനസ് X ആയിരിക്കണം. ഓക്കെ, അപ്പോൾ കോൺ ABC പ്ലസ് കോൺ ADC 180 ആവുന്ന രീതിയിലാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കോൺ ADC പ്ലസ് കോൺ ABC 180 ഡിഗ്രി. ഇനി നാലാമത്തെ സ്റ്റെപ്പിൽ എന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ B എന്ന ബിന്ദുവിലെ പുറംകോണാണ് കോൺ CBE. ഇനി ഇവിടെ AB എന്ന രേഖയെ CB എന്ന വര മുറിക്കുമ്പോൾ ഉണ്ടാവുന്ന രണ്ട് കോണുകളാണ് ABCയും CBEയും. അപ്പോൾ അവ കൂട്ടിയാൽ 180 ഡിഗ്രി ആയിരിക്കും. ബിന്ദു ബിയിലെ അകക്കോൺ അതായത് ABC, പുറംകോൺ CBE, അത് രണ്ടും ഒരു രേഖീയ ജോഡി ആയതിനാൽ അവയുടെ തുക 180 ഡിഗ്രിയാണ്. അപ്പോൾ നമുക്ക് കോൺ ABC പ്ലസ് കോൺ CBE 180 എന്ന് എഴുതാം. ഇനി ഈ സമവാക്യം 1-ൽ കോൺ ADC പ്ലസ് കോൺ ABC 180 ആണ്. ഇവിടെ കോൺ ABC പ്ലസ് കോൺ CBE 180 ആണ്. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഒരുമിച്ച് എഴുതാമല്ലോ. അപ്പോൾ എന്ത് കിട്ടും? അവ താരതമ്യം ചെയ്യുമ്പോൾ കോൺ ADC പ്ലസ് കോൺ ABC സമം ഇത് കോൺ ABC പ്ലസ് കോൺ CBE. അപ്പോൾ ഇവിടെ ABC എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും. അപ്പോൾ നമുക്ക് കോൺ ADC സമം കോൺ CBE എന്ന് കിട്ടും. അതായത് B എന്ന ബിന്ദുവിൻ്റെ പുറംകോൺ X ഡിഗ്രിയാണ്. അത് നമ്മുടെ ചക്രീയ ചതുർഭുജത്തിലെ ബിയുടെ എതിർമൂലയായ D, അതിൻ്റെ എന്തായിരിക്കും? അകക്കോണായിരിക്കും. അതാണ് ഇവിടെ നമ്മളിപ്പോൾ കിട്ടിയത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? ഒരു ചക്രീയ ചതുർഭുജത്തിലെ ഒരു മൂലയിലെ പുറംകോണ് അതിൻ്റെ എതിർമൂലയിലെ അകക്കോണിന് തുല്യമായിരിക്കും. ഓക്കെ, ഇതാണ് വളരെ സിമ്പിളായിട്ടുള്ള പ്രൂഫ്. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യം അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ മറ്റുള്ള ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. പിന്നെ
ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ കമൻസ് അറിയിക്കുക. ഇനി പുതിയ വീഡിയോ ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് സജഷൻസ് എന്ത് മാറ്റങ്ങളാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം. അത് നമ്മൾ പരിഗണിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ വരെ എല്ലാവർക്കും താങ്ക് യു.